ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AMD ടെക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു 3D വുഡൻ ലോഗോ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഗോ ഉണ്ടാക്കുന്നതിനായിട്ട് പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണം. അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണുക. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ന്യൂ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നിട്ട് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജ് ചൂസ് ചെയ്യുക. റേഷ്യോ 1:1 വെച്ച് ടിക്ക് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പ്ലസ് ചെയ്യുക. ഫ്രം ഗാലറി എന്ന ഓപ്ഷൻ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് നമ്പർ 2 സെലക്ട് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജസ് ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് റേഷ്യോ 1:1 ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രം ഗാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് നമ്പർ 3 ചൂസ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ആ ടിക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രാഗ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് സൈസൊക്കെ ഇൻക്രീസ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ ന്യൂ ടെക്സ്റ്റിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരോ നമ്മുടെ പേരോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്, AMD ടെക്. എന്നിട്ട് ഡണ്ണ് കൊടുത്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയും സൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. എന്നിട്ട് ആ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് നമ്പർ 2 സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുത്തിട്ട് സ്കെയിൽ 205% ആക്കിയിട്ട് ടിക്ക് കൊടുക്കാം. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ട്രോക്ക് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അത് എനേബിൾ ചെയ്തിട്ട് സ്ട്രോക്ക് വിഡ്ത്ത് 68 ഇടുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോണ്ട് എന്ന ഓപ്ഷൻ കാണാം. അത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചങ്ക് 5 എന്ന ഫോണ്ടാണ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെയും സൈസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് 3 സെലക്ട് ചെയ്യുക. പേരും ബാക്ക്ഗ്രൗണ്ട് നമ്പർ 3 ബാക്ക്ഗ്രൗണ്ട് നമ്പർ 2 സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇമേജ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇറേസ് കളർ എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് എനേബിൾ ചെയ്തിട്ട് കളർ പിക്കർ ചൂസ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ടിക്ക് കൊടുക്കുക. എന്നിട്ട് ടോളറൻസ് 0 ആക്കുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ 3D ഷേപ്പ് എന്ന ഓപ്ഷൻ കാണാം. അത് എനേബിൾ ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡാർക്കൻ എന്ന ഓപ്ഷൻ കാണാം. അത് 100% ഇടുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഷാഡോ എന്ന ഓപ്ഷൻ കാണാം. അതും എനേബിൾ ചെയ്യുക. ടിക്ക് കൊടുക്കുക. പിന്നെ ഇന്നർ ഷാഡോയും അതും എനേബിൾ ചെയ്യുക. ബ്ലർ റേഡിയസ് 0 ആക്കുക. എന്നിട്ട് ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലോഗോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാനായി 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ടു ഗാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത ഇമേജ് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ലോഗോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.